എന്റെ ഡോൾഫിന് ഷാർക്കെ കൊന്നു കേട്ട കഥയാട്ടാ. ഹായ് ഓൾ, ഇന്നത്തെ ചലഞ്ചാണ് ഇമോജ് മിസ്റ്ററി സ്റ്റോറി. അതായത് ഞാൻ ഒരു 5 അല്ലെങ്കിൽ കുറച്ച് ഇമോജീസ് കാണിക്കും, അത് വെച്ചൊരു സ്റ്റോറി ഉണ്ടാക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരിക്കണം. അതാണ് വെറൈറ്റി ഇമോജി. ഒരു എലിഫന്റ് ഉണ്ട്, റെയിൻ ഉണ്ട്, ഒരു ടീ ഉണ്ട്, ഒരു മൂവി ഉണ്ട്, ഒരു ഹൗസ് ഉണ്ട്. ഇതിന്റെ ഈ ഓർഡറിൽ തന്നെ വരണമെന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ല ഒരു നല്ല സ്റ്റോറി. ഇരുട്ടെന്ന് പറഞ്ഞിട്ടില്ല, മഴയുണ്ടല്ല. ഇടിവെട്ടി മഴ പെയ്യുന്ന ഒരു കാലവർഷം. വേറെന്തൊക്കെയാ? ആ കാലവർഷത്തിൽ ഒരു പ്രായമായ ഒരു ചേട്ടൻ ടിവിയും കണ്ട് സിനിമ കണ്ട് ഒരു ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. അതായിരുന്നു ആ സൗണ്ട്. ആ സൗണ്ട് കേട്ട് പുള്ളി എന്തോ ആദ്യം വിചാരിച്ച സിനിമയാണ്. പിന്നീട് പുള്ളിക്ക് എന്തോ ഒരു ഇത് മനസ്സിലായി. പുള്ളി ജനല് വഴി പതിയെ കർട്ടൻ തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോ അതാ നിൽക്കുന്നു ഒരു ആന. ഇതില് ഇങ്ങനെയല്ല, നമ്മളൊരു സിമ്പിൾ ആയിട്ട് കഥ പറയാം. ഞാൻ പറയാനൊരു കഥ. ഒരു ദിവസം ഒരു മഴയത്ത് ഒരു ആന നടന്നു വരുവായിരുന്നു. അപ്പൊ ആനയ്ക്ക് ചായ കുടിക്കാൻ തോന്നി. അപ്പൊ ആന ചായ കുടിച്ചിട്ട് അപ്പൊ ഇല്ല ഞാൻ പറയാം. അപ്പൊ ചായ കുടിക്കാൻ തോന്നി. ഇപ്പൊ ചായ മാത്രം കുടിച്ചാ മതിയോ? സിനിമ കണ്ട് ചായ കുടിക്കാം, എന്തായാലും രസമായിരിക്കില്ലേ? അങ്ങനെ എന്നൊക്കെ പൊക്കാം. ഞാൻ സാധാ ഫാനാ. ഒരു സിനിമയും കണ്ടൊരു ചായയും കുടിച്ച് അയാള് വീട്ടിൽ പോയി. ആനക്കുട്ടൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. നോ ഞാൻ അടുത്ത്. ഒരു കോഴി, ഒരു സൈക്കിൾ, ഒരു പിസ്സ, ഒരു പോലീസ്മാൻ, 3. സിമ്പിൾ ആയിട്ട് പറയാം. നിലാവുള്ളൊരു രാത്രി ഒരു കോഴി സൈക്കിൾ ഓടിച്ചു പോയിരുന്നു. അപ്പൊ കോഴിക്ക് പിസ്സ തിന്നാൻ തോന്നി. പുള്ളി കോഴി സൈക്കിൾ ഓടിച്ചു പോകണല്ലോ. കോഴിക്ക് ലൈസൻസ് ഇല്ല. അപ്പൊ തന്നെ പോലീസുകാരൻ കണ്ടു, പോലീസുകാരൻ നിർത്തി. സിമ്പിൾ. ആ നല്ല കഥയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ്, ഒരു പൂച്ചക്കുട്ടി, ഒരു കിരീടം, ഒരു ജെറ്റ്, ഒരു റോക്കറ്റ്, ഒരു റോക്കറ്റ്, പിന്നെ ഇത് നമ്മുടെ ഭൂമി, പിന്നെ ഐസ്ക്രീം. ഇതൊന്ന് സെക്കൻഡ്സ് ഉള്ളൂട്ടെ, പെട്ടെന്ന് കഥ പറയണം. അതങ്ങനെയല്ല, ഞാൻ 10 സെക്കൻഡ് വേണ്ടി ടിക് എണ്ണും. ഭൂമിയുടെ പുറത്തേക്ക് റോക്കറ്റിൽ ഒരു പൂച്ചേനെ വിട്ടു. എന്തിനാ? അവിടെ പരീക്ഷണം നടത്താൻ. ആ പൂച്ച തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ആ പൂച്ചക്ക് ഐസ്ക്രീമും കൊടുത്തു, ഒരു കിരീടവും വെച്ചു കൊടുത്തു അവാർഡായിട്ട്. സിമ്പിൾ ആയി പോയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ലോ ലെവലിലേക്ക് വരാൻ പറഞ്ഞേ. നെക്സ്റ്റ്, ഒരു താറാവ്, ഒരു ഫോണ്, മണി, ബീച്ച്, ഉറക്കം. ഒരു താറാവിന് ഒരു ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോ ബീച്ചിൽ പോയി കിടന്ന് ഉറങ്ങണമെന്ന് തോന്നി. പുള്ളിക്കാരൻ ഫോൺ എടുത്ത് ഗൂഗിൾ പേ വഴി കാശ് അയച്ചു കൊടുത്തിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങി. ബീച്ചിൽ പോണേ ഗൂഗിൾ പേ ആണോ? അത് അങ്ങനെയുള്ള റിസോർട്ടിലായിരിക്കും പോയെ. സിമ്പിൾ. അടുത്തത് നെക്സ്റ്റ്, ഒന്ന് ഇക്കാക്ക, അതായത് കൊരങ്ങൻ. അപ്പൊ നീ ഞാൻ പെട്ടുപോയതാ. ഇത് കൊരങ്ങൻ, ഇതൊരു മൈക്ക്, ബർത്ത്ഡേ, ആംബുലൻസ്, റെയിൻബോ. അതായത് ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോയ കൊരങ്ങൻ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോ കേക്ക് മുറിക്കുന്ന സമയത്ത് പാട്ട് പാടിയതാ. എല്ലാവരും തലക്കിറങ്ങി വീണ് ആംബുലൻസിലേക്ക് കയറ്റി. അപ്പൊ കേറിയ പോയ ആള് നേരെ മാനത്തേക്ക് നോക്കിയപ്പോ മഴവില്ല. സിമ്പിൾ. നല്ല ആൻസർ. നെക്സ്റ്റ്, അടുത്തത്, ഒരു ഷാർക്ക്, ഒരു ഗിത്താറ്, ഡോണറ്റ്സ്, ഹെലികോപ്റ്റർ, ഏലിയൻ. പെട്ടെന്ന് ഒരു ദിവസം ഒരു ഏലിയൻ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഏലിയൻ ഹെലികോപ്റ്ററിൽ ഇരുന്ന് മറ്റേ ഡോണറ്റും കഴിച്ച് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴ്ന്നു നോക്കിയപ്പോ ഷാർക്ക്. ഇത് ഷാർക്കല്ലല്ലോ, ഇത് ഡോൾഫിൻ അല്ലേ? എന്റെ ഡോൾഫിന് ഷാർക്കെ കൊന്നു. ആ സാധനം ഓടിക്കളിക്കുന്നുണ്ട്. അപ്പൊ ഡോണറ്റ് ഒന്നുകൊണ്ട് പാട്ട് പാടി ഗിറ്റാർ വായിച്ചതാ. കക്കടെ പേട്ട കഥയാട്ടാ. എന്റെ ഒക്കെ കഥയാകുമ്പോ നല്ല രസമായിരിക്കും. ഇനിയില്ല. അപ്പൊ ഇത്ര ഉള്ളൂ. സിമ്പിൾ ആയിരുന്നു. അപ്പൊ ജിത്തു ജോസഫ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് അപ്പൊ സബ്സ്ക്രൈബ്. അങ്ങനെയല്ല, ഇതേപോലുള്ള ഫൺ വീഡിയോസിന് സബ്സ്ക്രൈബ്.